ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് സാഷാ ബിങ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കുറേ നാളുകൊണ്ട് സാഷാ ബിങ്സിൻ്റെ റിട്ടേണിന് ടീസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരിടുന്ന പല സ്റ്റോറിയിലും അതിൻ്റെ റിട്ടേൺ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടീസൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും സാഷാ ബിങ്സ് ഇപ്പോൾ ക്രിസ്മസ് വിഷ് ഇട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. പോസ്റ്റല്ല, ഇതൊരു ട്വീറ്റാണ്. എന്തായാലും അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അതിൽ അവർ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്: ഹാപ്പി ഹാപ്പി ഹോളിഡേയ്സ്, ആൾ ഐ വാണ്ട് ഈസ് മണി. ഇതൊരു ടീസാന്ന് പറയാൻ കാരണം പല ആളുകളും പറയുന്നത് ഹാപ്പി ഹാപ്പി ഹോളിഡേയ്സ്, ആ ഒരു 3 അക്ഷരം നിങ്ങൾ കൂട്ടി വായിക്കാം. അതായത് അതിൻ്റെ ഫ്രണ്ടിലത്തെ അക്ഷരം 3 വെച്ചാണ്, അതായത് ട്രിപ്പിൾ എച്ച്. ഇത് ട്രിപ്പിൾ എച്ചിന് ഉദ്ദേശിച്ചുള്ള പോസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അതായത് ഹാപ്പി ഹാപ്പി ഹോളിഡേയ്സ്, ആൾ ഐ വാണ്ട് ഈസ് മണി. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് വലിയൊരു തുകയാണ് പുതിയൊരു കോൺട്രാക്ട് സൈൻ ചെയ്യാൻ സാഷാ ബിങ്സ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് കൂട്ടി വായിക്കുമ്പോൾ ഇതിനെ അങ്ങനെ തന്നെ വായിക്കാം. അതായത് ഹാപ്പി ഹാപ്പി ഹോളിഡേയ്സ്, ആൾ ഐ വാണ്ട് ഈസ് മണി. അതായത് ട്രിപ്പിൾ എച്ചിനോട് പറയുകയാണ് എനിക്ക് പൈസയാണ് വേണ്ടത്. എന്തായാലും അതായത് ഷെറൽ ഫ്ലെയറിനെക്കാട്ടി കൂടുതൽ തുകയാണ് സാഷാ ബിങ്സ് ചോദിച്ചിരിക്കുന്ന ഒരു പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ. സോ വേണമെങ്കിൽ നമുക്ക് ഇതിനൊരു ടീസായിട്ട് പറയാം, കാരണം എല്ലാ ലോജിക്കും ഇതിൽ വരുന്നുണ്ട്. എന്തായാലും ഇത് റിട്ടേൺ ടീസാണോ അതോ ട്രിപ്പിൾ എച്ചിനോട് പറയുകയാണോ ഇങ്ങനെയെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. അതായത് തനിക്ക് കൂടുതൽ പണം വേണമെന്ന് ട്രിപ്പിൾ എച്ചിനോട് ഈ ഒരു രീതിയിൽ ആവശ്യപ്പെടുകയാണോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. സോ എന്തായാലും സാഷാ ബിങ്സിന് റിട്ടേണിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. റോയൽ റംബിൾ റിട്ടേൺ ചെയ്യുമെന്ന് പറയുന്നു. എന്തായാലും WWE സൈൻ ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷേ ചോദിച്ച പണം വളരെയധികം കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സാഷാ ബിങ്സിന് എത്ര പണം വേണമെങ്കിലും കൊടുക്കാവുന്നേ ഉള്ളൂ. അതായത് WWE എത്ര പണം ചോദിച്ചാലും കൊടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം കാണും, അതുകൊണ്ടായിരിക്കും. പിന്നെ അടുത്ത അപ്ഡേറ്റ് മാറ്റാടി പറഞ്ഞൊരു കാര്യമാണ്. അതായത് മാറ്റാടി പറയുകയാണ് ഈ വർഷത്തെ ഏറ്റവും മികച്ച സൂപ്പർ സ്റ്റാർ റോമൻ റീഡ്സ് ആണെന്ന്. ഇത് കഴിഞ്ഞ വർഷമോ പറഞ്ഞെങ്കിൽ ഞാൻ പിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇപ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യില്ല. ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല, നിങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും. പക്ഷേ ഞാൻ എന്നോട് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം ആകെ ഏതാണ്ട് 11-10 മാച്ചാണ് അദ്ദേഹം ആകെ ഡിഫെൻഡ് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം ഈ വർഷത്തെ ഏറ്റവും മികച്ച സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കില്ല. വേണമെങ്കിൽ ഒരു ഹൈപ്പിഡ് സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ മണി സ്റ്റീലർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് റോമൻ റീഡ്സിനെ വിശേഷിപ്പിക്കാം. പക്ഷേ ഈ വർഷത്തെ ഏറ്റവും മികച്ച സൂപ്പർ സ്റ്റാർ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ ആ രീതിയിൽ വിശേഷിപ്പിക്കില്ല. ഈ വർഷത്തെ ഏറ്റവും മികച്ച സൂപ്പർ സ്റ്റാർ ആരാണെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ പറയും കോഡ് റോഡ്സ്, സെത്ത് റോളിൻസ്, അല്ലെങ്കിൽ മറ്റൊരു പേര് കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം ഡൊമിനിക് മിസ്റ്റീരിയോയുടെ. കാരണം ഡൊമിനിക് മിസ്റ്റീരിയോ ഈ വർഷം പെർഫോം ചെയ്ത രീതി, അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ്. വളരെ മികച്ച രീതിയിൽ അദ്ദേഹം ഈ വർഷം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഇവർക്ക് 3 പേർ, അതായത് ഇവർ 3 പേര് ആരെങ്കിലും ആയ ഒരു പ്രശ്നമില്ല ഈ വർഷത്തെ ഏറ്റവും മികച്ച സൂപ്പർ സ്റ്റാർ. പക്ഷേ ഒരിക്കലും റോമൻ റീഡ്സ് ആവുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ല. നമ്മൾ റോമൻ റീഡ്സിനെ ഒരിക്കലും കുറച്ച് പറഞ്ഞില്ല. റോമൻ റീഡ്സ് ആണ് WWE ഇപ്പോഴത്തെ എല്ലാം. അദ്ദേഹമാണ് പോസ്റ്റർ ബോയ്. അദ്ദേഹത്തിൻ്റെ കൈകളിലൂടെയാണ് എല്ലാം ഓടുന്നത്. ഇപ്പോൾ CM Punk വന്നാലും റാൻഡി ഓർട്ടൺ വന്നാലും അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ, അതായത് റോമൻ റീഡ്സ് തന്നെയാണ് ഇപ്പോഴത്തെ WWE ടോപ്പ് സൂപ്പർ സ്റ്റാർ. ഏറ്റവും കൂടുതൽ ഫാൻസ് അദ്ദേഹത്തിനാണ്, എല്ലാം അദ്ദേഹത്തിനാണ്. പക്ഷേ ഏറ്റവും മികച്ച സൂപ്പർ സ്റ്റാർ ഈ വർഷത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് റോക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റാണ്. അത് റോക്ക് അതുപോലെ റോമൻ റീഡ്സ് തമ്മിലുള്ള മാച്ച് റസൽമേനിയയിലൊക്കെ നടക്കുമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്തായാലും അതിന് സാധ്യതകൾ ഇപ്പോൾ ചെറുതായിട്ട് തെളിയുന്നുണ്ട്. അതായത് വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ ടൂറിസം വകുപ്പ് ഇപ്പോൾ WWE അപ്രോച്ച് ചെയ്തിരിക്കുകയാണ്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ്, അതായത് ഓസ്ട്രേലിയ മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്തത്. അതായത് WWE അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അതായത് റോക്കിനെയും കൂടെ WWE ആ ഒരു എലിമിനേഷൻ ചേമ്പർ ഇവൻറ്റിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് WWE ഇപ്പോൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. റോക്കിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഈ ഒരു ഷോ കാണാൻ വരും. അതുപോലെ തന്നെ അവിടുത്തെ ഒരു ടൂറിസത്തിന് അത് നല്ലതായിരിക്കും. സോ അതുകൊണ്ടാണ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനു വേണ്ടി ആദ്യം ശ്രമിക്കുന്നത്. അതായത് WWE പറഞ്ഞു എങ്ങനെയെങ്കിലും റോക്കിനെ എലിമിനേഷൻ ചേമ്പറിലൊന്ന് കൊണ്ടുവരണമെന്ന്. സോ WWE കൊണ്ടുവരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. ഒരു പക്ഷേ അദ്ദേഹം എലിമിനേഷൻ ചേമ്പറിൽ വരികയാണെങ്കിൽ ചാൻസുകളുണ്ട് റോമൻ റീഡ്സ് വേഴ്സസ് റോക്ക് മാച്ച് അടങ്ങാൻ. സോ ഇത് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന കോഡ് റോഡ്സ് ഫാൻസിനെ ആയിരിക്കും, അതുപോലെ കോഡ് റോഡ്സിനെയും ആയിരിക്കും. എന്തായാലും കോഡ് റോഡ്സ് ഫാൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഭാവിയിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കോഡ് റോഡ്സ് വേഴ്സസ് റോമൻ റീഡ്സ് മാച്ച് കാണാൻ സാധിക്കും. ഇനിയും അത് റസൽമേനിയ നടത്തുന്ന മാച്ചാണെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അത് റിപ്പീറ്റ് ആയതാണ്. പിന്നെ കോഡ് റോഡ്സ് റോമൻ റീഡ്സ് അതിന് അത്ര വലിയൊരു റസൽമേനിയ മാച്ചായിട്ട് കേൾക്കുമ്പോഴും തോന്നുന്നില്ല. റോക്ക് വേഴ്സസ് റോമൻ റീഡ്സ് ഓൾവേസ് ഒരു റസൽമേനിയ മാച്ച് തന്നെയാണ്. സോ എന്തായാലും ഈ ഒരു മാച്ച് വന്നാൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും. സോ വരുമോ ഇല്ലയോ എന്നറിയത്തില്ല, ചർച്ചകൾ നടക്കുന്നുണ്ട്. റോക്ക് വന്നാൽ എന്തായാലും നല്ലതായിരിക്കും. എന്തായാലും റോക്ക് എപ്പോഴും ഒരു സർപ്രൈസ് ആയിട്ടായിരിക്കും വരുന്നത്. സോ നമുക്ക് സർപ്രൈസ് പ്രതീക്ഷിക്കുക. അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡെക്സ്റ്റർ ലൂമിസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റാണ്. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഡെക്സ്റ്റർ ലൂമിസ് എവിടെയാണ്, എന്തുകൊണ്ടാണ് അദ്ദേഹം വരാത്തത്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഡെക്സ്റ്റർ ലൂമിസിന് പ്രത്യേകിച്ച് സ്റ്റോറി ലൈനൊന്നുമില്ല, അതുകൊണ്ടാണ് അദ്ദേഹം WWE വരാത്തതെന്ന്. സോ ഇപ്പോൾ നമുക്കറിയാൻ സാധിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തെ WWE റിലീസൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും WWE തന്നെയുണ്ട്, WWE കോൺട്രാക്റ്റിൽ തന്നെയുണ്ട്. അദ്ദേഹം സൂൺ, അതായത് വളരെ പെട്ടെന്ന് തന്നെ WWE റിട്ടേൺ ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ദ വേ എന്ന് പറയുന്ന ഫാക്ഷൻ WWE കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് മെയിൻ ബ്രാൻഡിലേക്ക്. സോ ആ ഒരു ഫാക്ഷൻ നല്ല പവർഫുള്ളായിട്ട് തിരിച്ചു വരുമ്പോൾ ആ ഒരു ഫാക്ഷൻ്റെ കൂടെ ഡെക്സ്റ്റർ ലൂമിസ് ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ദ വേ എന്ന് പറയുന്ന ഫാക്ഷൻ ഇപ്പോൾ വലിയ സ്റ്റോറി ലൈനോ മറ്റ് സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും പതുക്കെ വരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആ ഒരു സമയത്ത് ഡെക്സ്റ്റർ ലൂമിസും ഉണ്ടായിരിക്കും.
അതിൽ നിന്ന് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം കാര്യം ക്രോസിൻ്റെ ഒരു ഫാക്ഷൻ വരാൻ പോവുകയാണ്. ഒരു ഡാർക്ക് ഫാക്ഷൻ ആകാനും ചാൻസും ഇല്ല. എന്തായാലും ആ ഒരു ഫാക്ഷൻ്റെ ഭാഗമാക്കുന്നതാണ് അതിനേക്കാൾ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്ത് ഇങ്ങനെയാണ്, അതായത് കുറച്ച് പേഷ്യൻ്റായിട്ടിരിക്കും ഡെക്സ്റ്റർ ലൂയിസ് ഉടൻ തന്നെ ഡബ്ല്യുഡബ്ല്യുഇക്ക് വരുമെന്നാണ്. സോ നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം ഡെക്സ്റ്റർ ലൂയിസിന്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കെന്നി ഒമേഗയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റാണ്. അതായത് കെന്നി ഒമേഗ വലിയൊരു ഇഞ്ചുറി അല്ലെങ്കിൽ വലിയൊരു അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ AEW കെന്നി ഒമേഗയും അതുപോലെ ക്രിസ് ജെറിക്കോയും തമ്മിലുള്ള മാച്ച് 2 ആഴ്ച കഴിഞ്ഞുണ്ടായിരുന്നു. എന്തായാലും കുറച്ച് നാൾ മുമ്പ്, അത് 2-3 ദിവസം മുമ്പ് കെന്നി ഒമേഗ ഹോസ്പിറ്റലൈസ് ആയതോടെ ആ ഒരു മാച്ചിൽ നടക്കാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. കൂടാതെ അത് കഴിഞ്ഞ് വന്ന AEW ഷോയിൽ ക്രിസ് ജെറിക്കോ വന്നിട്ട് പറയുന്നുണ്ട് അതായത് പെട്ടെന്ന് തന്നെ കെന്നി ഒമേഗയുടെ റിക്കവറായിട്ട് വരാൻ. സോ ഇവിടെ തമ്മിൽ അങ്ങനെ ഒരു ഫ്യൂഡ് നടക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ക്രിസ് ജെറിക്കോ ഒരിക്കലും പറയത്തില്ല. ഒരുപക്ഷെ അതിൻ്റെ അവസ്ഥ അത്ര മോശമായതുകൊണ്ടായിരിക്കും ക്രിസ് ജെറിക്കോ ഈ ഒരു രീതി പറഞ്ഞത്. അത് പെട്ടെന്ന് റിക്കവർ ചെയ്ത് വരാൻ, അതായത് ഒരു ഫ്യൂഡ് കിടക്കുന്ന വ്യക്തികൾ ഒരിക്കലും പറയാത്തൊരു കാര്യമാണിത്. കെന്നി ഒമേഗയുടെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വയറിന് നല്ല പെയിൻ ഉണ്ടായിരുന്നു. ആ ഒരു പെയിൻ അനുഭവപ്പെട്ടപ്പോൾ അദ്ദേഹം വിചാരിച്ചു അദ്ദേഹത്തിന് നേരത്തെ ഒരു ഹെർണിയ ഇഞ്ചുറി ഉണ്ടായതാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കും അദ്ദേഹം വിചാരിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വലുതായിട്ട് ഇത് കാര്യമാക്കിയില്ല. പിന്നെ ഡിസംബർ 13 ഒരു സെഗ്മെൻറ്റ് നടന്നു. കെന്നി ഒമേഗ, റിക്കി സ്റ്റാർക്ക്, അതുപോലെ തന്നെ ക്രിസ് ജെറിക്കോ ഇവർ തമ്മിലുള്ള ആ ഒരു സെഗ്മെൻറ്റ് കഴിഞ്ഞ് അദ്ദേഹം പോകാൻ നേരത്ത് അദ്ദേഹത്തിന് വീണ്ടും വയർ പെയിൻ നല്ല രീതിയിൽ അനുഭവപ്പെട്ടു. എൻട്രിക്ക് വെച്ചൊന്നുമല്ല, ബാക്ക് സ്റ്റേജ് വെച്ചാണ്. എന്തായാലും അദ്ദേഹം ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ആകുകയായിരുന്നു. അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പോഴാണ് അദ്ദേഹം അറിയുന്നത്, അതായത് അദ്ദേഹം വിചാരിച്ച പോലെ ഇത് ഹെർണിയ ഇഞ്ചുറിയുടെ ഭാഗമായിട്ടുള്ള വയറുവേദനയൊന്നുമല്ല, ഇത് കുറച്ച് കൂടിയ ഐറ്റമായിരുന്നു. സംഭവം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വൻകുടലിൽ ബ്ലഡ് ഇൻഫെക്ഷൻ ആയിരുന്നു. ഡോക്ടർമാർ ഇപ്പോൾ പറയുന്നത് അതായത് 1-2 ദിവസം കൂടി അദ്ദേഹം താമസിച്ചിരുന്നെങ്കിൽ, അതായത് ആശുപത്രിയിലേക്ക് വരാൻ താമസിച്ചിരുന്നെങ്കിൽ 50% അദ്ദേഹം മരണത്തിലേക്ക് പോയേനുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല, റിക്കവറി സ്റ്റേജിലാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഉടനെങ്ങാണോ അദ്ദേഹത്തിന് ഇൻറിങ്ങിലേക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സാധ്യതകൾ വളരെ കുറവാണ്. അദ്ദേഹത്തിന് ഒരാഴ്ച കഴിഞ്ഞ് ക്രിസ് ജെറിക്കോയുമായിട്ട് മാച്ചുണ്ട്. ആ ഒരു മാച്ചിലൊന്നും അദ്ദേഹം പങ്കെടുക്കാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയമെടുത്ത് മാത്രമേ കെന്നി ഒമേഗ ഇൻറിങ്ങിലേക്ക് തിരിച്ചു വരത്തുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ചാമ്പ്യൻഷിപ്പ് ബെൽറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റാണ്. ആ ഒരു ചാമ്പ്യൻഷിപ്പ് ബെൽറ്റ് എന്ന് പറയുന്നത് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പാണ്. എന്തായാലും ഈ ഒരു ചാമ്പ്യൻഷിപ്പിൻ്റെ സ്പ്ലിറ്റ് എപ്പോൾ ഉണ്ടാകും, അല്ലെങ്കിൽ എപ്പോൾ ഈ പുതിയൊരു ചാമ്പ്യൻഷിപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു പലരും ചോദിച്ചിരുന്നു. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അത് റസൽമേനിയയുടെ ബെൽറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് സെപ്പറേഷൻ ഉണ്ടാകുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതായത് റസൽമേനിയയ്ക്ക് മുമ്പ് തന്നെ ചിലപ്പോൾ ചാമ്പ്യൻഷിപ്പ് സ്പ്ലിറ്റ് ആകും, 2 ചാമ്പ്യൻഷിപ്പ് ആകും. ഒന്ന് WWE ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ്, 2 വേൾഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. റോ സ്മാക്ഡൗൺ ചാമ്പ്യൻഷിപ്പായിട്ട് മാറില്ല. കാരണം നമുക്കറിയാം ഇപ്പോഴത്തെ ചാമ്പ്യൻഷിപ്പ് എല്ലാം അങ്ങനെയാണ്. വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ്, WWE ചാമ്പ്യൻഷിപ്പ്, അതുപോലെ തന്നെ വുമൺസ് WWE ചാമ്പ്യൻഷിപ്പ്, വുമൺസ് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ്, അങ്ങനെയൊക്കെയാണ്. സോ ഇതും ഒരു വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് അതുപോലെ WWE ചാമ്പ്യൻഷിപ്പായിട്ട് സ്പ്ലിറ്റ് ആവും. അതായത് റസൽമേനിയയുടെ ബിൽറ്റുമായിട്ട് ബന്ധപ്പെട്ട് അത് ബിൽറ്റിലേക്ക് പോകുമ്പോൾ സ്പ്ലിറ്റ് ആകുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതൊരു പ്രമുഖമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ നമുക്കത് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും കുറേ നാളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും എന്ന് പറഞ്ഞു കേൾക്കുന്നു, പക്ഷേ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. എന്തായാലും ഇപ്പോൾ അറിഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് ഒന്നെങ്കിൽ റസൽമേനിയയുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സ്റ്റോറി ലൈൻ, അതായത് ആ ഒരു ബിൽറ്റപ്പിൽ സമയത്ത് ഇതൊരു സ്പ്ലിറ്റ് ആകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ റസൽമേനിയ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് സ്പ്ലിറ്റ് ആകാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക്, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൻ്റെ കാര്യം പറയണ്ടായാലും എല്ലാവരും ഫോളോ ചെയ്യും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.